ഹലോ, എല്ലാവരും ക്രിസ്മസൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ? ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു. ഇപ്രാവശ്യം എനിക്ക് കേക്കിന് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 5 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കാണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ ഒരു 2 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തു. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചു. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 8 മുട്ടയും 2 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് കപ്പിലാണോ ഫ്ലോർ എടുത്തത് അതേ കപ്പിൽ 2 കപ്പ് അത്ര തന്നെ പഞ്ചസാര എടുത്ത് പൊടിച്ചതാട്ടോ ഞാൻ ഉപയോഗിച്ചത്. പൊടിക്കാതെ ഉപയോഗിക്കാം. പിന്നെ അത് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് വെച്ച ഫ്ലോർ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 കിലോൻ്റെത് 10 ഇഞ്ചിൻ്റെ ട്രയലാണ് ഉണ്ടാക്കൽ. അങ്ങനെ അത് വെച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ ചേർത്തിട്ട് ബാറ്റർ അതിൽ ഒഴിച്ചിട്ട് ഗ്യാസിന്മേൽ വെച്ചിട്ട് ചെമ്പ് വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതിലേക്ക് ഗ്യാസിന്മേൽ ചെമ്പ് വെച്ചിട്ട് അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുത്തത്. 40-45 മിനിറ്റ് ആകുമ്പോഴേക്കും ആവും. അപ്പോഴേക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തു. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ആവണ വരെ ബീറ്റ് ചെയ്തിട്ട് നല്ലോണം ഇതാക്കി എടുത്ത് വെച്ചു. അപ്പോഴേക്കും ഞാൻ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ച് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി. പിന്നെ ക്രീം അതിൽ തേച്ച് ക്രീമൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ആദ്യം ഫസ്റ്റ് ഒന്ന് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം രണ്ടാമത് തന്നെ ചെയ്ത് അങ്ങനെയാണ് കൊടുക്കാറ് ഞാൻ. പിന്നെ ക്രിസ്മസിൻ്റെ തലേ ദിവസമായപ്പോൾ കരോളിന് കുറേ കുട്ടികൾ ക്രിസ്മസ് പപ്പായൊക്കെ ആയിട്ട് വന്നിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു മക്കൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് പ്ലം കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോവാൻ വിചാരിച്ചിട്ട് നിൽക്കുന്നു. രാത്രി ആയിരിക്കുന്നു, സമയം 8:30-9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കോഴിക്കോട് മാനാഞ്ചിറ അപ്പം വെക്കേഷനും ഇതൊക്കെ ന്യൂ ഇയറും ക്രിസ്മസിൻ്റെയൊക്കെ ആയിട്ട് ഭയങ്കര പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനും ഇതൊക്കെ ആയിട്ട്. അവിടെ ഇങ്ങനെ ഡ്രാഗൺ, പിന്നെ സിംഹം, ആന, അങ്ങനെ ലൈറ്റുകളെ കൊണ്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ഇതാണ്. മാനാഞ്ചിറ ഫുള്ള് മൊത്തം ചുറ്റും ഉണ്ട് കേട്ടോ. അത് അവിടെ ലൈറ്റുകൾ ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോ എടുക്കണം, ഇത് വാങ്ങി തരുമോ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ വാങ്ങി കൊടുത്തു. നല്ല രസമാണ്. അപ്പോൾ ഫോട്ടോ പോസിങ്ങിനൊക്കെ നിന്ന് കൊടുക്കുകയായിരുന്നു. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് 2026 എന്നൊക്കെ എഴുതിയിട്ട് ലൈറ്റുകളെ കൊണ്ട് ഓരോരോ രൂപങ്ങളും ഓരോ ഡിസൈനിൽ മിറർ എന്തൊക്കെയോ ആയിട്ടൊക്കെ അങ്ങനെ കുറേ ഞങ്ങളവിടെ നടന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രാത്രിയാണ് എന്നുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല വൈബ് ആയിരുന്നു രാത്രി ആയിട്ടും കേട്ടോ. നല്ല രസമായിരുന്നു. കണ്ടോ, സിംഹം, പുഴു ഒക്കെ ഉണ്ട്. സിംഹമുണ്ട്, ആന ഉണ്ട്, അങ്ങനെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു രസം. അപ്പോഴേക്ക് കൗശിക്ക് ഇത് കണ്ടപ്പോൾ ഇത് വേണം, എന്താണ് ഹെലികോപ്റ്റർ അത്ര അവർ പറയുക. ഇത് ഇങ്ങനെ വിടുന്ന സ്ഥാനം ഒരു റബ്ബർ പോലെ ഉണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കറങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ വാങ്ങി കുറേ നേരം അതുകൊണ്ടൊക്കെ കളിച്ചു. കണ്ടോ, ഇങ്ങനെ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ബീച്ചിലേക്ക് പോകാറിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അവിടെ അടുത്ത് തന്നെയാണ് പുതിയാപ്പ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഗംഭീര പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പറഞ്ഞു. അന്ന് അങ്ങോട്ട് പോകാറിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു കാവുംപുറം എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോഴും പറഞ്ഞു കുറച്ചും കൂടി അങ്ങോട്ട് പോകണം പുതിയാപ്പയ്ക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ എടുത്ത് അവിടുന്ന് പോന്ന്. പിന്നെ ഇവിടുന്ന് റോഡിനെ ഗംഭീര അലങ്കരിച്ചിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം, നല്ല വൈബാട്ടോ. റോട്ടിൽ കൂടെ പോകുമ്പം തന്നെ എന്തോ ഒരു ബ്ലോക്കാണെന്നറിയാമോ. അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും അടുക്കാനേ വയ്യ. അവസാനം ഞങ്ങൾ തിരിച്ച് പോന്നു. ഇനി പിന്നെ പോവാം ബീച്ചിലേക്കൊക്കെ എന്നും പറഞ്ഞിട്ട് പോന്നു. പിന്നെ മക്കളൊക്കെ ഉറങ്ങും ചെയ്തു. ആകെ ഒരുപാട് നേരമായിരുന്നു. അപ്പം കുറച്ച് വെക്കേഷനായിട്ട് ഞങ്ങൾ പോയതും ക്രിസ്മസ് പരിപാടിയൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.